തൃശൂരിലെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഉൾപ്പെടെ പ്രധാനമന്ത്രി മോദി കേരളത്തിലെ ഈ വിജയം എടുത്തു പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ താരമായി മാറി സുരേഷ് ഗോപി എന്ന വെള്ളിത്തിരയിലെ സൂപ്പർ ഹീറോ. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപി അതൃപ്തനാണ്. സഹമന്ത്രി സ്ഥാനം നൽകി തന്നെ അവഗണിച്ചെന്ന പരാതി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്നുവരെ വാർത്ത വന്നു. എന്നാൽ പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടാണ് പെട്രോളിയം, ടൂറിസം സഹമന്ത്രി സ്ഥാനം സുരേഷ് ഗോപി ഏറ്റെടുത്തതെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വന്നിരുന്നു. അതൃപ്തിയോടെ തന്നെയാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത്. അതിനിടയിൽ അഭിനയം തുടരുമെന്ന സൂചനയും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത്. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക. എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം. ഏതാണ്ട് 20-22 സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട്. എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് പോരും. എൻ്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേര്, അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരവൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാനൊക്കത്തുള്ളൂ. മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്നാണ് റിപ്പോർട്ട്. മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും. ഫിലിം ചേംബർ സ്വീകരണത്തിലാണ് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടെന്ന പരാമർശം നടത്തിയത്. സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗമാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതൃപ്തിക്ക് കാരണം. അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനെതിരെയുള്ള കുത്തുവാക്കായാണ് വ്യാഖ്യാനിക്കുന്നത്. അഭിനയിക്കണമെന്ന ആവശ്യം സുരേഷ് ഗോപി മുന്നോട്ട് വച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ തീരുമാനം അറിയിച്ചിട്ടില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം. സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ. മന്ത്രി പദവിയിലിരുന്ന് പണം സമ്പാദിക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടം. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മന്ത്രി പദത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ മോദി സർക്കാരിനെതിരെയുള്ള വടിയായി കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യമാണുള്ളത്. മോദി കൂടുതൽ ദുർബലനായതിൻ്റെ തെളിവാണിതെന്നാണ് മാണിക്യം ടാഗോർ എം.പി. ആരോപിച്ചത്. സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും അഭിനയിക്കാൻ കേന്ദ്രത്തോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നുമാണ് സുരേഷ് ഗോപി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കവേ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഒറ്റക്കൊമ്പൻ ചിത്രീകരണം ആരംഭിക്കാനിരിക്കെയാണ് മന്ത്രി പദവിയിലിരുന്ന് അഭിനയിക്കുന്നതിനെപ്പറ്റി സുരേഷ് ഗോപി സംസാരിച്ചത്. സിനിമ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. കുറേ സിനിമകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ്. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. ഇനി അതിൻ്റെ പേരിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിനിമയില്ലാതെ പറ്റില്ലെന്നും അത് തൻ്റെ പാഷനാണെന്നും അതില്ലാതെ താൻ ചത്തുപോകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്.